എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഞാനിന്ന് തരിക്കഞ്ഞിയാണ് ഉണ്ടാക്കുന്നത്. തരി കാച്ചിയത് റവക്കഞ്ഞി എന്നൊക്കെ പറയാറുണ്ട്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഒരു വിഭവമാണിത്. നോമ്പ് ടൈമിൽ ക്ഷീണം അകറ്റാനും ഒരു ഉണർവ് കിട്ടാനും ഇത് ഹെൽപ്പ് ചെയ്യും. കുട്ടികൾക്കൊക്കെ ഇത് വളരെ നല്ലതാണ്. അപ്പോൾ ഈ ഈസി ആൻഡ് ഹെൽത്തി റെസിപ്പി എങ്ങനെ ഉണ്ടാക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം. ഇതിനു വേണ്ടി ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 3 ഗ്ലാസ് പാൽ ഒഴിച്ചു കൊടുക്കാം. പാല് നല്ലോണം തിളച്ച് വരുമ്പോൾ നമുക്ക് അതിലേക്ക് റവ ഇട്ട് കൊടുക്കാം. പാല് നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് 5 ടേബിൾ സ്പൂൺ വറുക്കാത്ത റവ ഇട്ട് കൊടുക്കാം. ഇത് കുറച്ച് കുറച്ചായി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഇളക്കിയെടുക്കണം. പാല് നല്ലോണം തിളച്ചതിന് ശേഷമാണ് റവ ചേർത്ത് കൊടുക്കേണ്ടത്. റവ ഇപ്പം നല്ലോണം വെന്ത് കുറച്ചൊന്ന് കുറുകി വന്നിട്ടുണ്ട്. ഈ ടൈമിൽ നമുക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഞാൻ ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാരയാണ് ചേർക്കുന്നത്. ഇനി 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും ഒരു നുള്ളു ഉപ്പും ഇട്ട് കൊടുക്കാം. എല്ലാം നല്ലോണം മിക്സ് ആക്കി കൊടുക്കാം. ഇതിപ്പോൾ കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ വന്നിട്ടുണ്ട്. നമുക്കിനി സ്റ്റവ് ഓഫ് ആക്കാം. ഇനി നമുക്ക് ഇതിന് വേണ്ട താളിപ്പാണ് തയ്യാറാക്കേണ്ടത്. ഇപ്പം പാത്രം ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് 6 ചെറിയുള്ളി ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇത് ചെറുതായൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് കാഷ്യൂനട്ട് ഇട്ട് കൊടുക്കാം. ചെറിയുള്ളി നല്ലോണം മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു 10 കാഷ്യൂനട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഒരു 15 കിസ്മിസും കൂടി ചേർത്ത് നമുക്കിതൊന്ന് മൂപ്പിച്ചെടുക്കാം. ഈ താളിപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ തരിക്കഞ്ഞി റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു സർവിങ് ബൗളിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മുടെ തരിക്കഞ്ഞി റെഡി ആയിട്ടുണ്ട്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു.